യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശു മഹത്വം. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ഷൈൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് എമി അന്ന ഷൈൻ. ഞങ്ങളിവിടെ ഒരു വലിയ സാക്ഷിയാക്കി നിർത്തിയ ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ ഞങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇടവകയിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം ആയായിരുന്നു. 2018 കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു. പക്ഷേ അത് മിസ്കാരേജ് ആയി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 തവണ അബോർഷനായി. ഒരു 9 monthsലും കുഞ്ഞിനെ നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായി. അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു ട്യൂബ് ഒന്ന് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടിയിലായിരുന്നു. 2019 മുതലായിരുന്നു ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഞാനപ്പം ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു എക്ടോപ്പിക് എന്ന് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് ഞാനിന്നൊരു ഡോക്ടറോട് പറഞ്ഞു, ഞാനും സെയിം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 1 day തരുമോ? അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അഡ്മിഷൻ ആയിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓൾറെഡി റപ്ചർ ആയിട്ടുണ്ട്, സ്കാനിങ്ങിൽ ഓൾറെഡി ഫ്ലൂയിഡ് കളക്ഷനും ഉണ്ട്. അപ്പം എനിക്കറിയാം അതെന്താണ്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടൊരു കണ്ടീഷനിലോട്ട് പോവുകയാണെന്ന്. പക്ഷേ ഞാൻ വന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അന്ന് ഫുള്ള് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ല, ദൈവമേ എന്താണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 48 hours കഴിഞ്ഞെന്നാൽ നമുക്ക് BETA-HCG ചെയ്ത് നോക്കാം. 48 hours കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ BETA-HCG നേരെ ഡൗൺ ആയായിരുന്നു, ഹാഫിനെക്കാളും ഡൗൺ ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു, വേനിന്നാൽ കുഴപ്പമില്ല, നമുക്ക് മൈൽഡ് ഫ്ലൂയിഡ് കളക്ഷൻ ഇപ്പം കാണുന്നുള്ളൂ, ഓൺലി ഒബ്സർവേഷൻ ആവാം, നീ എന്നാൽ അഡ്മിറ്റ് ആവണമെങ്കിലാവാം, അല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലിരുന്നോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ BETA-HCG ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് നോർമലിലോട്ട് വന്നു. അങ്ങനെ ഒരു സർജറി ഇല്ലാണ്ട് അന്ന് എന്നെ അമ്മ മാതാവ് കാത്തുകൊണ്ട് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ഇവിടുന്ന് ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി, ഉടനെ മാതാവ് അതെല്ലാം സഹായിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ UK പോയി. ഞാൻ മുന്നേ സൗദിയിൽ, ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും ആയില്ല. അങ്ങനെ UK ഞങ്ങളെത്തി, കുഞ്ഞുണ്ടായി. ഇത്രയും ഒരു ജേണിയിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയായിരുന്നു. എനിക്ക് സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുന്നത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റ് മണി എൻ്റെ കമ്പനിയിൽ കാണും അതെല്ലാം പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നു. അപ്പം അതിൽ ഞാനൊരു സാക്ഷി ഒരു ഡോക്ടറിൻ്റെ കണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ മാത്രം തന്നാൽ മതിയെന്ന്. ഞാനും അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. സ്കാനിങ് റൂമിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വയറിലും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഹസ്ബൻഡും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുമായിരുന്നു കുഞ്ഞിനെ തൊട്ട്. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അറിയുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നും മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിനെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമാവുമായിരുന്നു, ഓക്കെ മാതാവ് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പോഴായാൽ പോലും അവിടെ സ്കാനിങ് മെഷീനിൽ ഞാൻ എൻ്റെ നെറ്റിയിൽ നിന്ന് എന്നെ എടുത്ത് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ കരഞ്ഞിട്ട് ഇവിടെ നിറക്കരുതേന്ന്. അങ്ങനെ കറക്റ്റ് 9 months ആയപ്പോഴത്തേക്ക് എനിക്ക് സിസേറിയൻ സെക്ഷൻ എടുത്ത്. അപ്പോൾ എൻ്റെ പേടിയും പിന്നെ അവിടുത്തെ ഒരു റൂൾസാണ്, നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി തരും സിസേറിയൻസ് ഏത് ഡെലിവറിയിലായാലും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രെയർ എനിക്കൊന്ന് ലൈവ് ഇട്ട് തരുമെന്ന്. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പിഡ്യൂറലൊക്കെ സ്പൈനിൽ തന്നപ്പം പോലും ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പ്രെയർ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു ത്രോട്ടിലൊരു സർജറി വന്നായിരുന്നു. അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് കുഞ്ഞ് മൂക്കിലൂടെ NG ട്യൂബൊക്കെ ആയിരുന്നു കുറച്ച് മാസം. അതെല്ലാം കുഴപ്പമില്ലാണ്ട് ഇപ്പം കുഞ്ഞ് ഓറലി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി.
അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര ബെറ്റർ ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ വേറെ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ OET പോയത്. OET എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എനിക്ക് ഒട്ടും സ്കോറില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈം എഴുതിയപ്പോൾ ക്ലബിംഗ് സ്കോർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് എനിക്ക് റിക്വേർഡ് സ്കോർ തന്നു, UK എത്തിച്ചു. അതേപോലെ തന്നെ CBT OSCE ആയാൽ പോലും മാതാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നേഴ്സാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ജോബ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 6 to 7 months ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒരാളുടെ സാലറി വെച്ച് മാത്രം ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് NHSൽ തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ഞങ്ങൾ ഇപ്പം നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് ഒരു നെയിമിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. എനിക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ആര് സഹായിക്കുമെന്നും അറിയത്തില്ല. ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഇമിഗ്രേഷനിൽ കയറിയതാണ്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിയായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുക, ഇന്ന് കരയുക. അവർ വന്നിട്ട് ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചുപ്പിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണം, ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഞങ്ങൾ മെയിൽ അയക്കാം, അവരുടെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു 8 മണിക്കാണ് ഫ്ലൈറ്റ്, ഇനിയും ഞങ്ങളിവിടെ നിൽക്കുവാണ് കുഞ്ഞിനെയും വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7:20 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിപ്ലൈ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, 3 പേർക്കും ട്രാവൽ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടെ ഞങ്ങളൊന്ന് നാട്ടിലെത്തിയായിരുന്നു. നാളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് 1 വയസ്സാവണതിന് മുന്നേ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രാവൽ ചെയ്യുവാണ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എപ്പോഴും ഞാൻ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു പ്രഗ്നൻസിയിൽ എനിക്കൊരു സ്ട്രെങ്ത് തന്നിരുന്നത്. എപ്പോഴും ഞാൻ ലൂക്ക 18:27 പറയുന്നതായിരുന്നു, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. അത് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോലും സ്കാനിങ്ങിനായാലും എന്ത് ചെക്കപ്പിനായാലും പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഞാനൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും, എന്ത് ദൈവമേ ഞാൻ കടന്നു പോയ വഴിയിലൂടെ ഒന്നും അവർ പോവരുതേ, മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണേ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്കിപ്പം കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബൈബിളെന്നും വായിക്കുമായിരുന്നു. ഞങ്ങളെന്നും പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരിക്കൽ പോലും കൊന്ത ചൊല്ലാതെ കിടന്നിട്ടില്ല. എത്ര രാത്രി ആയാൽ പോലും വയ്യെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും കൊന്ത ചൊല്ലിയിട്ട് ഉറങ്ങും. അതും കുഞ്ഞിനെ തൊട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുന്നത് ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മന്ത്ലി വീട്ടിലോട്ട് പൈസ ഇടും. ഞാൻ അമ്മയോട് പറയും, വീടിനടുത്ത് കുറച്ച് 2-3 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസുള്ള ഫാമിലീസും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നാൽ പറ്റുന്ന മന്ത്ലിയുള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിയാണ് 2019 മുതലെടുത്തത്. എന്നാണോ എൻ്റെ 90 days കഴിയുന്നത്, എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനത് ഓൺലൈൻ ഉടമ്പടിയിലോട്ട് മാറ്റും. എന്നിട്ട് നാട്ടിലുള്ള സമയത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് പേഷ്യൻസിന് കൊടുക്കും. അവിടെയാണ് പത്രം കൊടുക്കുന്നത്. ചിലർ വേണ്ടെന്ന് പറയും, എന്നാലും ഞാൻ പറയുന്നത് ദൈവമേ അവരുടെ അസുഖം അവർക്ക് സൗഖ്യമാക്കി കൊടുക്കണമേ. ഇനിയും മുന്നോട്ട് ഇന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും വയലുകൾ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ദിവ്യയുടെയും ഷൈൻ്റെയും ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്.
ദിവ്യ ഇവിടെ ഏറ്റുപറയുന്നത് ഒരു വിശ്വസ്തതയുടെ ആസ്തിയെക്കുറിച്ചാണ്. 7 വർഷക്കാലം അവർ 2019 ആദ്യമായി ഒരു ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും ഓരോ തവണയും അവർക്ക് വലിയ സങ്കടത്തോടു കൂടി പ്രത്യാശ വെച്ചുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 7-ാം വർഷം അവർക്ക് കുഞ്ഞുണ്ടായതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നാളെ ഈ കുഞ്ഞിൻ്റെ ജന്മദിനമാണ്. ഇടയ്ക്കിടെ അവർ എപ്പോഴും ഓൺലൈൻ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായി ഈശോയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് എത്ര തന്നെ സങ്കടങ്ങളുണ്ടായാലും സമയം വൈകിയായാലും നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനാണ് അവരിപ്പോൾ നന്ദി പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അവർക്ക് കുഞ്ഞിന് ഒരുപാട് മെഡിക്കേഷൻസ് ആവശ്യമായി വന്നെങ്കിലും ഇന്ന് കുഞ്ഞിനുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മ അവർക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോ സൗഖ്യം നൽകുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. വാഗ്ദാനം പ്രാപിക്കാൻ അബ്രാഹത്തിന് 25 വർഷമാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും അതുപോലെ തന്നെ കടൽ തീരത്തെ മണൽത്തരി പോലെയും അത്ര വലിയൊരു നമ്പറായിരുന്നു അബ്രാഹത്തിനോട് ദൈവം ചെയ്ത വാഗ്ദാനം. 25 വർഷത്തിന് ശേഷമാണ് അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ ഇസഹാക്കിനെ നൽകി അനുഗ്രഹിച്ചത്. അതിനുശേഷവും കുഞ്ഞിനെ നൽകിയതിന് ശേഷവും അബ്രാഹത്തിൻ്റെ വിശ്വസ്തതയെ ടെസ്റ്റ് ചെയ്ത മാറ്റുരച്ച് നോക്കിയ ഒരു സംഭവമാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കുക എന്നുള്ളത്. അബ്രാഹാം വളരെ വിശ്വസ്തയോടുകൂടിയാണ് ദൈവം തന്ന കുഞ്ഞിനെ ബലിയർപ്പിക്കാനായി മലമുകളിലേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും മാറ്റുരച്ച് നോക്കുമ്പോൾ നാം എത്രമാത്രം വിശ്വസ്തയോടെ എനിക്ക് തന്നാലും ഇല്ലെങ്കിലും അങ്ങയുടെ ദൈവമഹത്വം, ദിവ്യ പറഞ്ഞതുപോലെ എല്ലാം ദൈവമഹത്വത്തിനെ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റവും ആത്മധൈര്യവും അഭിഷേകവും ഇന്ന് ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ വളരെ തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ 2 പേർ ഒരാളുടെ സാലറി കൊണ്ട് ഒരു UK ജീവിക്കുക അസാധ്യമാണ്. എങ്കിലും അവർ തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് ഷൈനൊരു പാർട്ട് ടൈം ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അവരുടെ എയർപോർട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് അവസാന മണിക്കൂറിലും അവരുടെ ആത്മാർത്ഥതയെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രാവൽ ബാൻ നിശ്ചയിച്ച സമയത്ത് പോലും അവസാന മണിക്കൂർ പോലും ഫ്ലൈറ്റ് പൊങ്ങേണ്ട ആ സമയത്ത് പോലും ദൈവം അവരുടെ കൂടെ നിന്ന് അവർക്ക് വഴി ക്ലിയറായി കൊടുക്കുകയായിരുന്നു. ചെങ്കടലിൽ വഴി തീർത്തവൻ വഴിയും സത്യവും ജീവനുമായവൻ ഈശോ നമ്മോട് കൂടെയുണ്ട്. നാം ഉടമ്പടിയുടെ ഉറപ്പിലാണ് എപ്പോഴും സഞ്ചരിക്കേണ്ടതെന്നാണ് ദിവ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ യോഹന്നാൻ 15-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്ന പോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രം മതി, ഞാൻ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ നിങ്ങൾക്ക് നൽകും. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നമുക്ക് തൊട്ടെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അസാധ്യമായ മനുഷ്യന് അസാധ്യമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഉടമ്പടി പ്രാർത്ഥന. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ വരും. നമ്മുടെ എല്ലാ പരീക്ഷണ സമയങ്ങളെയും പാറ്റി നിർത്തി നമുക്ക് എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യയ്ക്കും ഷൈനും കുഞ്ഞിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.